കഴിഞ്ഞ ദിവസം രേണുസുതി നൽകിയ അഭിമുഖം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രേണുസുതിയുടെ ക്യാൻസർ വാർത്ത സ്ഥിരീകരിക്കുന്നു. രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടെന്നും തേർഡ് സ്റ്റേജിലേക്ക് എത്തിയെന്നും അതീവമായ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് രേണുസുതി മുന്നോട്ട് പോവുകയാണ് എന്ന് വാർത്ത പുറത്തു വരികയാണ്. ഞെട്ടലോടുകൂടി തന്നെയാണ് മലയാളികളും പ്രേക്ഷകരും എല്ലാം ഇത് ഏറ്റെടുക്കുന്നത്. കാരണം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ അതിനൊരു സത്യാവസ്ഥ ഉണ്ട് എന്ന തരത്തിൽ ഇതുവരെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രേണുസുതി തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ്. തനിക്ക് അനുഭവപ്പെട്ട മുഴുവൻ താൻ കാര്യമാക്കി എടുത്തില്ല എന്നും, എന്നാൽ പിന്നീടുണ്ടായ ചികിത്സയിലും പിന്നീടുണ്ടായ ടെസ്റ്റുകളിലും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ക്യാൻസർ എന്ന മാറ രോഗം തന്നെയാണ്. ക്യാൻസർ എന്ന രോഗത്തിൽ, അർബുദം എന്ന രോഗത്തിൽ അവശേഷിച്ച് ഒരുപാട് പേർ ഇന്നും വളരെയധികം വലിയ രൂപത്തിലുള്ള സങ്കടപ്പെട്ട ദിവസങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം തന്നെ മാതൃകയാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും, കരഞ്ഞ് വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, ചികിത്സിച്ച് വീണ്ടും ഇതിൽ നിന്ന് പുറത്തു വന്ന് എല്ലാവർക്കും ഒരു മാതൃകയായി കാണിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുമായ കാര്യമാണ് രേണുസുതി പുറത്തുവിട്ടത്. ഈ വിഷയത്തിൽ വലിയ രൂപത്തിലുള്ള സപ്പോർട്ട് രേണുസുതിക്ക് ഇന്ന് പ്രേക്ഷകരും മലയാളികളും കൊടുക്കുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള വിമർശനം ഒരു സമയത്ത് രേണുസുതിയെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ വിമർശനമെല്ലാം തന്നെ രേണുസുതിക്ക് അനുകൂലമായി വരികയാണ്. രേണുവിന്റെ ക്യാൻസർ വാർത്തയറിഞ്ഞ് ഒരുപാട് ആളുകൾ തന്നെയാണ് ആശ്വാസ വാർത്തകളുമായി വരുന്നത്. ക്യാൻസർ എന്ന രോഗം പിന്നീട് കക്ഷത്തിലേക്കും അവിടെ നിന്ന് തൊണ്ടയിലേക്കും ബാധിക്കാൻ തുടങ്ങിയെന്നുമാണ് രേണുസുതി ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങളിൽ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ പ്രാർത്ഥിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. രേണുസുതി ഈ കാര്യം പുറത്ത് വിടാണ്ടിരുന്നതാണ് എന്നും, ഈ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ തന്നെ അഭിനയിക്കാൻ വിടില്ല, അതുകൊണ്ട് തന്നെ താൻ പറയാതിരുന്നതാണ് എന്നും, ഒളിച്ചു വെച്ചതാണ് എന്നും. എന്നാൽ ഇത് എങ്ങനെയൊക്കെ ലീക്കായി ഒരുപാട് യൂട്യൂബ് ചാനൽ വഴി പ്രചരിക്കുകയും ചെയ്തപ്പോൾ ഈ സത്യാവസ്ഥ ആളുകളും അറിയാൻ തുടങ്ങിയതാണ് എന്നുമാണ് രേണുസുതി തുറന്നു പറഞ്ഞത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രേണുസുതിയുടെ രോഗം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി മാറി വീണ്ടും സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മലയാളി പ്രേക്ഷകരും കുടുംബവും എല്ലാം തന്നെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.